എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല വേണ്ടെന്ന നിലപാടിൽ ഉറച്ച് CPI പാലക്കാട് ജില്ലാ എക്സിക്യൂട്ടീവ്. ഭരണഘടനയിലെ പഞ്ചായത്തി രാജ് നിയമം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ മറികടക്കാൻ കഴിയില്ലെന്ന് വകുപ്പ് മന്ത്രി മനസ്സിലാക്കണമെന്നും CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശനം. കൂടാതെ മന്ത്രി രാജേഷ് അഹല്യയിലെ മഴവെള്ള സംഭരണി സന്ദർശിച്ചതിനെതിരെയും വിമർശനമുയർന്നു. കഴിഞ്ഞ ദിവസം ചേർന്ന CPI ജില്ലാ എക്സിക്യൂട്ടീവിലാണ് എലപ്പുള്ളിയിൽ മദ്യനിർമ്മാണശാല വേണ്ട എന്ന നിലപാട് ആവർത്തിച്ചത്. ജലക്ഷാമം രൂക്ഷമായ പ്രദേശത്ത് മദ്യക്കമ്പനി അനുവദിക്കരുത് എന്നാണ് ജില്ലാ എക്സിക്യൂട്ടീവ് നിലപാട്. MN സ്മാരകത്തിൽ സംസ്ഥാന നേതാക്കൾ ചേർന്ന 2 യോഗങ്ങളിലും സമാന നിലപാട് സ്വീകരിച്ചിരുന്നെങ്കിലും പിന്നീട് ഇടതുമുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മദ്യനിർമ്മാണശാലയുമായി മുന്നോട്ടു പോകുമെന്ന് പറഞ്ഞപ്പോൾ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം ഉൾപ്പെടെ യാതൊന്നും പ്രതികരിച്ചിരുന്നില്ല. സംസ്ഥാന നേതൃത്വത്തിന്റെ ഈ നിലപാടിനെതിരെ വിമർശനം ഉയരുമ്പോഴാണ് മദ്യനിർമ്മാണശാല വേണ്ട എന്ന നിലപാട് ജില്ലാ നേതാക്കൾ ആവർത്തിക്കുന്നത്. കൂടാതെ ഭരണഘടനയിലെ പഞ്ചായത്തി രാജ് നിയമം എക്സിക്യൂട്ടീവ് ഉത്തരവിലൂടെ മറികടക്കാൻ കഴിയില്ലെന്ന് വകുപ്പ് മന്ത്രി മനസ്സിലാക്കണമെന്നും CPI ജില്ലാ എക്സിക്യൂട്ടീവിൽ വിമർശിച്ചു. വ്യവസായങ്ങളുടെ കാര്യത്തിൽ പഞ്ചായത്തുകളുടെ ചില പ്രധാന അധികാരങ്ങൾ എടുത്തുകളയുന്ന നടപടി ആലോചനയില്ലാതെ നടത്തിയതാണെന്നും മദ്യനിർമ്മാണശാലയ്ക്കെതിരെ പ്രതിഷേധം ഉയരുമ്പോൾ പുതിയ നടപടി അംഗീകരിക്കാനാവില്ല എന്നും CPI ജില്ലാ എക്സിക്യൂട്ടീവ് പറഞ്ഞു. കൂടാതെ മഴവെള്ള സംഭരണിയിൽ നിന്ന് വെള്ളം യുക്തിക്ക് നിരക്കാത്തതാണെന്നും മന്ത്രി മദ്യനിർമ്മാണ കമ്പനി പ്രതിനിധിയെപ്പോലെ സംസാരിക്കുന്നുവെന്ന് പ്രതിപക്ഷത്തിന് ആരോപണമുന്നയിക്കാൻ അവസരം ഉണ്ടാക്കരുതായിരുന്നുവെന്നും ജില്ലാ എക്സിക്യൂട്ടീവ് വിമർശിച്ചു. മന്ത്രി രാജേഷ് അഹല്യയിലെ മഴവെള്ള സംഭരണി സന്ദർശിച്ചതിനെതിരെയും എക്സിക്യൂട്ടീവിൽ വിമർശനം ഉയർന്നു. ഇത്തരം കാര്യങ്ങൾ കമ്പനിയല്ലേ ചെയ്യേണ്ടത് എന്ന് നേതാക്കൾ ചോദിച്ചു. സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം VK ചാമുണ്ണി, ജില്ലാ സെക്രട്ടറി KP സുരേഷ് രാജ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലായിരുന്നു യോഗം ചേർന്നത്. ജനം, പാലക്കാട്.